നമസ്കാരം. നിങ്ങൾ ഗൂഗോൺബാര എന്ന് കേട്ടിട്ടുണ്ടോ? പേര് കേട്ട് ഞെട്ടണ്ട കേട്ടോ. യൂറോപ്യൻ യൂണിയനിലെ മൂന്നാമത്തെ വലിയ ദ്വീപായ അയർലൻഡിലെ കോർക്ക് കൗണ്ടിയിലെ മനോഹരമായ ഭൂപ്രകൃതിയിൽ മറഞ്ഞിരിക്കുന്ന വന്യവും മനോഹരവുമായ ഒരു കൊച്ചു വനപ്രദേശമാണ് ഗൂഗോൺബാര. ഗൂഗോൺബാര അതിമനോഹരമായ കാഴ്ചകളും കായലും വനങ്ങളും പർവ്വതങ്ങളും കൊണ്ട് നിറഞ്ഞ പ്രദേശമാണ്. കാൽനടയാത്ര, ബോട്ടിംഗ്, വന്യജീവികളെ കണ്ടെത്തൽ എന്നിവയ്ക്ക് പേരുകേട്ട ഇടമാണ്. 6-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ആശ്രമം സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. കോർക്കിൻ്റെ രക്ഷാധികാരിയായ ബാര എന്ന് വിളിക്കപ്പെട്ടിരുന്ന സെയിൻറ്റ് ഫിൻബാറിൻ്റെ പേരിലാണ് ഈ ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. മനോഹരമായ വെസ്റ്റ് കോർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗൂഗോൺബാര 1000 വർഷത്തിലേറെയായി ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ആ പാർക്കിലെ ഒരു കൊച്ചു ചാപ്പലിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. സെയിൻറ്റ് ഫിൻബാർസ് ഒറേറ്ററി. അങ്ങനെ ഒരു വെക്കേഷൻ സമയത്താണ് കോർക്കിൽ സ്ഥിരതാമസമാക്കിയ ഞങ്ങളുടെ കസിൻ ശ്രീഹരിയുടെ അടുത്തേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അവനോട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ കോർക്കിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ശ്രീഹരിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഈ ഗൂഗോൺബാര ട്രിപ്പ്. ഇന്നീ കാണുന്ന ചാപ്പൽ സെയിൻറ്റ് ഫിൻബാർസ് ഒറേറ്ററി 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. അതായത് 1903. അയർലൻഡിലെ മതപരമായ വാസ്തുവിദ്യയുടെ മനോഹരമായ ഉദാഹരണമാണ് ഈ ചാപ്പൽ. ചുറ്റുമുള്ള ഭൂപ്രകൃതിയുമായി തടസ്സമില്ലാതെ അത് ലയിച്ചു നിൽക്കുന്നു. അതിൻ്റെ നാടൻ ശിലാമതിലുകളും ലളിതമായ രൂപകൽപ്പനയും നിങ്ങളിൽ ശാന്തിയും ആത്മീയതയും ഉണർത്തുന്നതാണ്. കോർക്കിൽ യഥേഷ്ടം ലഭ്യമാകുന്ന ലൈംസ്റ്റോൺ കൊണ്ടാണ് മതിലുകളും മറ്റും പണിതിട്ടുള്ളത്. ഈ ചാപ്പൽ തീർത്ഥാടനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രധാന ഇടമായി തുടരുന്നു. കവാടത്തിന് തൊട്ടടുത്ത് കാണുന്ന കിണർ വിശ്വാസികൾക്ക് വളരെ വിശുദ്ധമായ കിണറാണ്. പാറകളിലുള്ള വിള്ളലുകളിലൂടെ ചാപ്പലിന് ചുറ്റുമുള്ള അരുവിയിൽ നിന്നുമാണ് ഇതിലേക്ക് വെള്ളം വരുന്നത്. വിശ്വാസികൾ ഈ വെള്ളം ശേഖരിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ കൊച്ചു ചാപ്പലിനുള്ളിൽ ഒരു കൊച്ചു ആൾത്താരയും വളരെ കുറച്ച് പേർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാവുന്ന ബെഞ്ചുകളുമുണ്ട്. വിശുദ്ധന്മാരുടെ സ്റ്റെയിൻഡ് ഗ്ലാസ് ചിത്രങ്ങൾ ജനലുകളെ അലങ്കരിക്കുന്നു. ഇവിടുത്തെ പ്രധാന ഉത്സവം സെപ്റ്റംബർ 25 സെയിൻറ്റ് ഫിൻബാർസിൻ്റെ തിരുനാളാണ്. ഇതിനോട് തൊട്ടുവരുന്ന ഞായർ ഗൊഗോൺ ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ലോകമെമ്പാടുമുള്ള സന്ദർശകർ ഗൂഗോൺബാരയുടെ ശാന്തമായ അന്തരീക്ഷം അനുഭവിക്കാനും പ്രകൃതിയിലെ അത്ഭുതങ്ങൾ ആസ്വദിക്കാനും എത്തുന്നു. വിവാഹങ്ങൾ, കുടുംബസംഗമങ്ങൾ, കൊച്ചു കൊച്ചു പാർട്ടികൾ എന്നിവയ്ക്കുള്ള ഒരു പ്രധാന സ്ഥലമാണ് ഈ ചാപ്പൽ ഇന്ന്. കൂടുതൽ യാത്രാ വിവരണങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത തവണ വരെ ഗൂഗോൺബാരയിൽ നിന്നും വിടാം.